കൊച്ചുത്രേസ്യ പുണ്യവതി കടുത്ത സഹനത്തിൻ്റെ നാളുകൾ തള്ളി നീക്കി അങ്ങനെ മരണത്തിൻ്റെ ആ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് അവളുടെ കിടക്കക്കരികിരുന്ന മദർ ആഗ്നസിനോട് പറഞ്ഞു, അമ്മേ, സഹനത്തിൻ്റെ ഈ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഇത്രയും എനിക്ക് സഹിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള അടങ്ങാത്ത ദാഹമാണ് എന്നെ ഇത്രയും സഹിക്കുവാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ കൊച്ചുത്രേസ്യ മരണത്തോട് അടുക്കുമ്പോൾ വളരെ പ്രശാന്തതയോടെ ഇപ്രകാരം പറഞ്ഞു, കൂടുതൽ സഹിക്കുവാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ നാഥനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചു പോയി. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ ഈശോയെപ്പതി സഹിച്ച പുണ്യവതിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. തൻ്റെ സഹനമെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സഹനങ്ങളെല്ലാം യേശുവിൻ്റെ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്കിടെ നന്മയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സഹനങ്ങൾക്കെല്ലാം പുതിയ ഒരു മാനം കൈവരുന്നു. അതിന് ഒരു രക്ഷാകര സ്വഭാവം വന്നു ചേരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ നിരന്തരമായി അനുഭവിച്ച സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുകയും ആ സഹനങ്ങളുടെ കുറവ് നികത്തുവാനായിട്ടാണെന്ന് കാണുകയും ചെയ്യുന്നു. കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 25-ാം വാക്യത്തിൽ തുടർന്നെഴുതുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്ന സഹനങ്ങളുടെ നീണ്ട നിര, നിരന്തരമായ പീഡനങ്ങളുടെ അനുഭവമെല്ലാം വിശുദ്ധ അപ്പോസ്തലന് സ്വീകരിക്കാനും അത് സന്തോഷത്തോടുകൂടെ സഹിക്കുവാനും സാധിക്കുക അത് താൻ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന സഭകളുടെ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കുമ്പോഴാണ്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുക, ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. അങ്ങനെ അപ്പോസ്തല ജീവിതത്തിലെ സഹനങ്ങൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിനു വേണ്ടി സമർപ്പിക്കുകയും അവരുടെ രക്ഷയ്ക്ക്, അവരുടെ നന്മയ്ക്ക്, അവരുടെ ഐശ്വര്യ ജീവിതത്തിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് പുതിയ ഒരർത്ഥവും മാനവും വരുന്നു. കൊറിന്ത്യർക്ക് എഴുതിയ ഈ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക,
ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോരുത്തരിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും തങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡനങ്ങളിൽ ഒരു അപ്പോസ്തലൻ പങ്കുചേരുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സമാശ്വാസവും തൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ വന്നു ചേരുന്നു. നമുക്ക് നമ്മുടെ ജീവിതം എടുക്കാം. നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിരന്തരമായി കടന്നു വരാറുണ്ട്. പീഡാനുഭവങ്ങളുടെ അവസരങ്ങൾ അനുദിന ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും രോഗങ്ങളും ത്യാഗങ്ങളുമെല്ലാം ആ കാൽവരിയിലെ കുരിശിലെ ആത്മബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ, നമ്മുടെ സഹനങ്ങളെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി സമർപ്പിക്കുമ്പോൾ, കുടുംബത്തിലും ഇടവകയിലും രൂപതയിലും ഒക്കെ ഉണ്ടാകുന്ന സഹനങ്ങൾ, നൊമ്പരങ്ങൾ, വെല്ലുവിളികൾ, അസ്വസ്ഥതകളെല്ലാം ആശ്വാസത്തിൻ്റെ, ദൈവം നൽകുന്ന ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചുവിടാനാകും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുക, ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. എൻ്റെ പീഡാനുഭവങ്ങളും നൊമ്പരങ്ങളുമെല്ലാം ആ ക്രിസ്തുവിനോടെ കുരിശിനോടൊപ്പം ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രിസ്തു തന്നെ എനിക്ക് കരുത്തും കൃപയും സമാശ്വാസവുമായി തീരും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശിൽ മേന്മയും ശക്തിയും കണ്ടെത്തുന്ന അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിൽ പുതിയ ഒരനുഭവം ഈ സഹനങ്ങളുടെ നാളുകളിലും ഉണ്ടാകുന്നു. ഈ സഹനം വഴി ക്രിസ്തുവിൻ്റെ ആശ്വാസം ഹൃദയത്തിൽ അനുഭവിക്കുവാനും ഇത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി താൻ പ്രവർത്തിക്കുന്ന സഭയുടെ വളർച്ചയ്ക്കായി ഉപയുക്തമാക്കുവാനും ആകുന്നു. നമ്മുടെയും ജീവിതത്തിലെ സഹനങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകളെല്ലാം ആ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ രോഗങ്ങളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളുമെല്ലാം ആ ക്രിസ്തുവിൻ്റെ വേദനകളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ സഹനം മറ്റുള്ളവരുടെ നന്മയ്ക്കായും നമ്മുടെ ത്യാഗങ്ങൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്കായും സമർപ്പിതമാകുമ്പോൾ ഈ സഹനങ്ങൾക്കെല്ലാം പുതിയ ഒരു ആശ്വാസവും അനുഗ്രഹവും കടന്നു വരുവാൻ ഇടയാകും. ഇംഗ്ലീഷ് കവിയായ ജെറാർഡ് മാൻലി ഹോപ്കിൻസ് ഒരു ഈശോ സഭാ വൈദികനായിരുന്നു അദ്ദേഹം. ഒരുപക്ഷേ ക്രിസ്തുവിനെ പ്രതി ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയും ആഴത്തിലുള്ള അർത്ഥസമ്പുഷ്ടമായ കവിതകൾ എഴുതിയിട്ടുള്ള മറ്റൊരു കവി ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷാ രംഗത്ത് ഇദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്പ്രങ് റിഥം എന്ന ആ ഒരു പ്രത്യേക കവിതാ രചന ശൈലി ഉപയോഗിച്ചുകൊണ്ടതായിരിക്കണം. അദ്ദേഹം 1875-നും 1876-നും ഇടയ്ക്ക് ദ വ്രെക്ക് ഓഫ് ഡോയ്ച്ച്ലാൻഡ് എന്ന അതിശ്രദ്ധേയമായ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ദ വ്രെക്ക് ഓഫ് ഡോയ്ച്ച്ലാൻഡ്, ഡോയ്ച്ച്ലാൻഡിൻ്റെ, ജർമ്മനിയുടെ
പതനം അല്ലെങ്കിൽ തകർച്ച. യഥാർത്ഥത്തിൽ ഡോയ്ഷ്ലാൻഡ് എന്നു പേരായ ഒരു കപ്പൽ അപകടത്തിൽപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ ബ്രേമൻ എന്ന തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ഈ ഡോയ്ഷ്ലാൻഡ് എന്ന കപ്പൽ 1875 ഡിസംബർ മാസം 7-ാം തീയതി അർദ്ധരാത്രിയിൽ ഒരു മണൽത്തിട്ടയിൽ തട്ടി അത് തകരുവാൻ തുടങ്ങി. അങ്ങനെ ഈ കൊടും തണുപ്പുള്ള രാത്രിയിൽ ഈ മണൽത്തിട്ടയിൽ തട്ടി തകർന്ന ആ കപ്പലിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. അതോടൊപ്പം കാറ്റിലും കോളിലും ഈ കപ്പൽ നിയന്ത്രണാതീതമായി ആകെ യാത്രക്കാർ ഭയപരിവശരായി. പ്രത്യേകിച്ച് ഈ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ഇങ്ങനെ ഇളകിയാടുന്ന കപ്പലിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ അജയ്യമായ ഈ പ്രകൃതിയുടെ ശക്തിയെ നേരിടുവാൻ അവർ ദുർബലരായി മാറുന്നു. അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഈ ആസന്നമായ അപകടത്തിൽ നിന്നുമെല്ലാം ഒരസ്വസ്ഥതയും കാണിക്കാതെ 5 ഫ്രാൻസിസ്കൻ സന്യാസിനിമാർ അവരും ഈ കപ്പലിൽ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസം പ്രായോഗികതയിൽ കൊണ്ടുവരുവാൻ പറ്റാത്ത വിധത്തിൽ എതിർപ്പുകളും വെല്ലുവിളികളും ഉണ്ടായപ്പോഴാണ് അവർ ഈ കപ്പലിൽ നിന്ന് പലായനം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ വിഭ്രമത്തിൻ്റെ ഇടയിൽ ഇവർ 5 പേരും ശാന്തരായി സുസ്മേരവദനരായി എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് ആ കപ്പലിൽ കഴിയുകയാണ്. ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ ദി വ്രെക്ക് ഓഫ് ഡോയ്ഷ്ലാൻഡ് എന്ന ആ കവിതയിൽ ഈ വിവരണം കൊടുക്കുന്നത്. തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ദൗ മാസ്റ്ററിങ് മീ, ഗോഡ് ഗിവർ ഓഫ് ബ്രെത്ത് ആൻഡ് ബ്രെഡ്. ശ്വാസവും അപ്പവും പകർന്നു നൽകുന്ന ദൈവമേ, അങ്ങ് തന്നെ എന്നെ നിയന്ത്രിക്കുന്നു. ലോർഡ് ഓഫ് ലിവിങ് ആൻഡ് ഡെഡ്, thou hast bound bones and veins in me, fasten me flesh. ജീവിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും നാഥ, നീ എന്നിൽ മജ്ജയും മാംസവും അസ്ഥിയും ഒന്നായി ചേർത്തു വച്ചിരിക്കുന്നു. And after it almost unmade, what with dread thy doing, and dost thou touch me afresh. ഇതെല്ലാം പ്രത്യേകിച്ച് ഈ ഭയാനകമായ അന്തരീക്ഷമെല്ലാം ഇതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ വീണ്ടും സ്പർശിക്കുകയാണ്. ഓവർ അഗൈൻ ഐ ഫീൽ ദൈ ഫിംഗർ ആൻഡ് ഫൈൻഡ് thee. എല്ലാറ്റിലും അങ്ങയുടെ ഈ കൈവിരലിൻ്റെ സ്പർശനം ഞാൻ അനുഭവിക്കുന്നു, അങ്ങയെ കാണുന്നു. ഓവർ അഗൈൻ ഐ ഫീൽ ദൈ ഫിംഗർ ആൻഡ് ഫൈൻഡ് thee. ഹോപ്കിൻസ് തുടർന്ന് എഴുതുക: വൺ ലയനസ് എറോസ് ബ്രസ്റ്റിംഗ് ദ ബാബിൾ. ഈ അസ്വസ്ഥതകളുടെ നിമിഷങ്ങളിൽ ഇതാ ഒരു പെൺസിംഹം ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ ഒരു സിസ്റ്ററിനെ പറ്റിയാണ് പറയുക. ധൈര്യത്തോടുകൂടെ ആത്മസംയമനത്തോടുകൂടെ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ശക്തി പകർന്നു കൊടുക്കുന്നു. എ പ്രോഫറ്റസ് ടവേർഡ് ഇൻ ദ tumult, എ virginal tongue told, O Christ, Christ come quickly. ക്രിസ്തുവേ, അങ്ങ് വേഗം വരേണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവാചകയെപ്പോലെ അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്, മറ്റുള്ളവർക്ക് ശക്തിയും ആശ്വാസവും പകർന്നുകൊണ്ട്. ഇങ്ങനെ ഒരു അസ്വസ്ഥതയുടെ അവസരത്തിൽ മണൽത്തിട്ടയിൽ ഈ അർദ്ധരാത്രിയിൽ കപ്പൽ തട്ടി തകർന്ന് എല്ലാം താഴേക്ക് ഈ കൊടും തണുപ്പിലുള്ള ആ വിശാലമായ പാരാവാരത്തിൽ എല്ലാം നശിക്കുമ്പോഴും ഇതാ ദൈവത്തിൽ സമ്പൂർണ്ണമായി ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് ആശ്വാസവും
ശക്തിയും ദൈവത്തിൻ്റെ സമ്മാനമായ ആ സ്വർഗത്തിൻ്റെ കരുത്തും കൊടുക്കാനാകുന്നു. ഇതാണ് ഒരു ജീവിതം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ആശ്വാസം, അനുഗ്രഹം, കൃപാവരം. ദൈവത്തിൽ സമ്പൂർണമായി ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ ആ കരുത്ത് കൂടുതൽ അനുഭവിക്കാനാകും എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ അനുഭവം പകരുവാനും സാധിക്കും. ദൈവത്തിൽ അപ്രകാരം സമ്പൂർണമായി സമർപ്പിച്ച ഒരു പ്രവാചകൻ്റെ അനുഭവം ഹൃദയസ്പർശിയാണ്. ജെറമിയ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുക, കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അങ്ങനെ ദൈവം, യഹോവയായ ദൈവം ജെറമ്യ പ്രവാചകനെ വിളിക്കുകയാണ്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം അവന് വേണ്ടി പദ്ധതി ഒരുക്കിയിരുന്നു. അപ്പോൾ അവൻ പറയുക, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് അവനോട് പറയുക, നീ വെറും ബാലനാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ഒരു പ്രവാചകന്, കർത്താവിൻ്റെ ദൗത്യം സ്വീകരിച്ച് യാത്രയാകുന്നവന് ഉള്ള ഏറ്റവും വലിയ കരുത്തതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ ജെറമ്യ പ്രവാചകനെ ഈ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പടുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. 4 ക്രിയാപദങ്ങൾ ഇവിടെ ഈ ദൗത്യ ദാനത്തിൽ നൽകുക. 1, പിഴുതെറിയുവാൻ, ഇടിച്ചു തകർക്കാൻ, നശിപ്പിക്കാൻ, തകിടം മറിക്കാൻ. തീർച്ചയായും അന്ന് നിലകൊണ്ട ആ ദൈവത്തിൻ്റെ പാതയിൽ നിന്നും വ്യത്യസ്തമായ വ്യവസ്ഥിതിയിൽ നിന്നും മാറ്റം വരുത്തുവാൻ ഇതാ ഈ പ്രവാചകനെ നിയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ദൗത്യം പ്രവാചകൻ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആ മനുഷ്യന് ഒത്തിരി സംഘർഷങ്ങളും എതിർപ്പുകളും സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ആ സഹനത്തിലേക്കാണ്, അതിൻ്റെ പിന്നിൽ എപ്രകാരം ഈ പ്രവാചകൻ ഇത് സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ വിചിന്തനത്തിന് ഈ സാഹചര്യത്തിൽ കൂടുതൽ അർത്ഥം വരിക. ജീവിതത്തിലുടനീളം ഇങ്ങനെ പിഴുതെറിയുമ്പോൾ, ഇടിച്ചു തകർക്കുമ്പോൾ എതിർപ്പുകളും സംഘർഷങ്ങളും ഭീഷണികളും നേരിടേണ്ടി വരുന്നു ജെറമ്യ പ്രവാചകന്. ദൈവമേൽപ്പിച്ച ഈ ദൗത്യമാണ് തനിക്ക് ഈ എതിർപ്പുകളെല്ലാം സ്വീകരിക്കേണ്ടി വരുന്നത്. താൻ അത്യധികം സ്നേഹിച്ച ജനതയുമായി നിരന്തരമായ ഒരു സംഘടനത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു പ്രവാചകന്. അങ്ങനെ ഏകാന്ത ജീവിതം, കടുത്ത ഒറ്റപ്പെടൽ, നിരന്തരമായ എതിർപ്പുകൾ, വെല്ലുവിളികൾ, ഇതെല്ലാമാണ് പ്രവാചകനായ ജെറമ്യയ്ക്ക് നേരിടേണ്ടി വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള അടങ്ങാത്ത വിശ്വാസമുണ്ട്, വിശ്വസ്തതയുണ്ട്. തൻ്റെ ജനങ്ങളോടുള്ള കൂറും അടുപ്പവും എല്ലാം ഹൃദയത്തിലുണ്ട്. ജെറമ്യ ഈ ഒരു പ്രതിസന്ധിയുടെ, ഈ സഹനത്തിൻ്റെ നടുവിലാണ്. ജെറമ്യ എന്ന പദം വരിക ഹീബ്രു പദമായ ഇരമിയാഹു എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം യാഹ്വേ കൈപിടിച്ച് ഉയർത്തട്ടെ എന്നാണ്. അങ്ങനെ യാഹ്വേ ഈ സമ്പൂർണമായി ജീവിതം സമർപ്പിക്കുന്ന ജെറമ്യ
തൻ്റെ ജീവിതത്തിൽ ആശ്രയവും ആശ്വാസവും കണ്ടെത്തുക ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുമാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയോടുള്ള ആവലാതി യഹോവയായ ദൈവം ജെറേമിയ വഴി കൊടുക്കുകയാണ്. ആദ്യത്തെ വിശ്വസ്തതയും സ്നേഹവുമെല്ലാം നഷ്ടപ്പെട്ടു. കർത്താവരുൾ ചെയ്യുന്നു, നിൻ്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധ ജനമായിരുന്നു. അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അവർ അകന്നുപോയി. എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയതെന്ന് യഹോവ അവരോട് ചോദിക്കുന്നു. അങ്ങനെ ഈ ജനം തൻ്റെ ദൈവത്തെ നിന്നും അകന്നു പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വീണ്ടും സഹനത്തിൻ്റെ പാതയിലൂടെ ജെറേമിയ പ്രവാചകൻ പരിശ്രമിക്കുകയാണ്. ജെറേമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുക, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. എന്താണ് എൻ്റെ വേദന മാറാത്തത്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അങ്ങനെ ജെറേമിയ തൻ്റെ സഹനങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ജെറേമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുക, ഈ സഹനത്തിൻ്റെ തൻ്റെ തിക്താനുഭവങ്ങളുടെ ഏകാന്തതയുടെ നാളുകളിൽ ദൈവത്തോട് പറയുക, കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിലുള്ള വിലാപമാണ്, ആ സഹനത്തിന് നാളുള്ള പ്രയാസങ്ങളാണ് അവിടെ വിവരിക്കുക. എങ്കിലും ജെറേമിയ പ്രവാചകന് മറ്റൊരു കാര്യം ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അങ്ങനെ ദൈവം തന്നോടൊപ്പമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സഹനത്തിൻ്റെ നൊമ്പരങ്ങളുടെ നാളുകൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി നിരന്തരമായ അവഹേളനങ്ങളും എതിർപ്പുകളും നേരിടുമ്പോൾ അവ തീർച്ചയായും യേശുവിൻ്റെ കാൽവരിയിലെ അതേ അനുഭവം പോലെ തന്നെയാകും. മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ കാൽവരിയിലെ ആ കുരിശിൽ കിടന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? ഇതേപോലെ തന്നെ സഹനത്തിൻ്റെ അനുഭവം നമ്മിലും നിറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ അതേ പ്രാർത്ഥന തന്നെയായിരിക്കണം. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നൊമ്പരങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ അവയെല്ലാം അങ്ങേ പുത്രനായ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുവാൻ, അങ്ങനെ ആ കുരിശിൽ നിന്ന് ശക്തിയും കൃപയും കണ്ടെത്താൻ ഞങ്ങൾക്ക് വരമേകണമേ. ഞങ്ങളുടെ സഹനങ്ങൾ അങ്ങയുടെ പ്രിയപുത്രൻ്റെ ആ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് ഉപയുക്തമാകണമേ. ഞങ്ങൾ അങ്ങയുടെ കരുത്താർജിക്കുവാനുള്ള മാർഗമായി അത് മാറട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഞങ്ങൾ ത്യാഗമെടുക്കുകയും അങ്ങനെ ആ കുരിശുകൾ അങ്ങയുടെ രക്ഷാകരമായ ആ വിമോചനത്തിൻ്റെ അനുഭവമായി മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകുവാൻ ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ സഹനങ്ങളും ത്യാഗങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും നിരന്തരം കടന്നു വരും. പക്ഷേ ആ കാൽവരിയിലെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് നമ്മുടെ ദുഃഖങ്ങളും വ്യഥകളും ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്കെല്ലാം പുതിയ ഒരു അർത്ഥവും മാനവും കടന്നു വരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ആ കുരിശിനോട് ചേർന്ന് നിൽക്കാം. ഉദ്ധാനത്തിൻ്റെ സന്തോഷം എന്നും ഹൃദയത്തിൽ നിറയ്ക്കാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക്
ആശ്വാസത്തിൻ്റെ ഉപകരണമായി മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.